नरेश परेश महेश विलेशय भूषण भो साम्ब सदाशिव शम्भो शङ्कर शरणं मे तव चरणयुगम् उमया दिव्य सुमङ्गल विग्रहया लिङ्गित वामाङ्ग विभो साम्ब सदाशिव शम्भो शङ्कर शरणं मे तव चरणयुगम् दूरीकुरु मामज्ञमनाथं दूरीकुरु मे दुरितं भो साम्ब सदाशिव शम्भो शङ्कर शरणं मे तव चरणयुगम् शिवाय नमः शिवाय नमः शिवाय नमः नमः शिवाय शिवाय नमः शिवाय नमः शिवाय नमः नमः शिवाय सचराचर जनन स्थितिलय कारण भो साम्ब सदाशिव शम्भो शङ्कर शरणं मे तव चरणयुगम् अन्तःकरण विशुद्धिं भक्तिं च त्वयि सतीं प्रदेहि विभो साम्ब सदाशिव शम्भो शङ्कर शरणं मे तव चरणयुगम् ഇത് വരൻ്റെ ഭവനത്തിൽ നിന്നുള്ള വരൻ്റെ വകയായിട്ടുള്ള അയനിയൂണാണ്. അത് സാധാരണ ബ്രാഹ്മണന്മാരിലെ പതിവുള്ളതാണ് അയനിയൂണ്. വിവാഹത്തിൻ്റെ ആദ്യത്തെ ചടങ്ങാണ് അയനിയൂണ് എന്നുള്ള ചടങ്ങ്. താരതമ്യേന വരൻ്റെ അയനിയൂണ് വധുവിൻ്റെ അയനിയൂണും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്പം ചെറിയ ചടങ്ങാണ് വരൻ്റെ അയനിയൂണ്. അത് കുളിയോട് എണ്ണ തേച്ചുള്ള കുളി അതിനോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രതിശ്രുത വരൻ ഇപ്പോൾ എണ്ണ തേച്ച് കുളിച്ചു വന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇനി ഊണിനിരിക്കുകയാണ്. ഷോഡശ സംസ്കാരത്തിൽ അധിഷ്ഠിതമായതാണ് നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ ഒരു ജീവിത രീതി. ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ സംസ്കാരം എന്താണ്? ഗർഭാധാനം എന്നാണ് നമ്മൾ ആദ്യത്തെ തുടങ്ങുന്നത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ശുഭമുഹൂർത്തത്തിൽ വേണം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്നത്. എന്തിനാണ്? നമ്മുടെ ബോഡി പ്യൂരിഫൈ ചെയ്തതിന് ശേഷം ആ ബ്ലഡിൽ നിന്നാണ് ഒരു പുതു രക്തം അല്ലെങ്കിൽ പുതു ജീവിതം ഉണ്ടാകുന്നത്. ഉത്തമമായിട്ടുള്ള സന്തതികളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഒരു ആൾക്ക് 4 ആശ്രമ ജീവിതമാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇല്ലേ? 4 ആശ്രമം ഏതാണ്? ആദ്യത്തെ ആശ്രമം ഏതാണ്? ആർക്കെങ്കിലും അറിയോ? പറഞ്ഞോളൂ. അറിയുന്നവരുണ്ട് ഇവിടെ. ആദ്യമാണ് ബ്രഹ്മചര്യാശ്രമം. നമ്മുടെ പഠനമാണ് ആദ്യം, അറിവ് നേടുകയാണ് ആദ്യത്തത്. ബ്രഹ്മചര്യാശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഉപനയനം എന്നുള്ള ഒരു പ്രക്രിയയിൽ കൂടിയിട്ട് ആണുങ്ങൾ ഉണ്ടാവുന്നത്. മുമ്പേ പെണ്ണുങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപനയനം എന്ന് പറയുമ്പോൾ ഒരു ഗുരുവിനെ നമ്മൾ കണ്ടിട്ട് ഉപനയനമാണ്. ആ ഗുരുവിൻ്റെ നയനത്തിലേക്ക് അടുത്തിട്ട് നിങ്ങൾ എല്ലാ സംഗതികളും പഠിക്കുക. ഇന്നാണ് നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം. അതല്ല, ആധ്യാത്മികമായിട്ട് നമ്മളെ ഒരു ജീവിതം, നമ്മുടെ ഒരു 80 വയസ്സ് 70 വയസ്സ് വരെ ജീവിക്കേണ്ട എല്ലാ സംഗതികളെ പറ്റിയിട്ടോ എന്ത് ക്രൈസിസ് വന്നാലും അതിനെ നേരിടാനുള്ള തൻ്റെ ഇതൊക്കെയാണ് ഒരു ഗുരു പഠിപ്പിക്കുന്നത്. ഗുരുകുല വിദ്യാഭ്യാസത്തിലാണ് പണ്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതാണ് ഈ ബ്രഹ്മചര്യാശ്രമം. ഉപനയനം കഴിഞ്ഞിട്ട് പറഞ്ഞു വിടുന്നതാണ്. അത് നിങ്ങളിപ്പം പിന്നെ ശരിക്കും എല്ലാവരും തന്നെ ബ്രഹ്മചര്യാശ്രമത്തിലാണുള്ളത്. വിവാഹത്തിൻ്റെ തലേന്ന് എന്ന് വെച്ചാൽ ഇന്ന് നാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പുതിയൊരു ആശ്രമത്തിലേക്കാണ് പോകുന്നത്. ഏതാണത്? ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമത്തിലേക്കാണ് നാളെ പോകുന്നത്. അഥവാ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നാണ് ഇന്ന് അയനി ഊണ്. ഇന്ന് പിന്നെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക. ഇന്ന് രാത്രിക്ക് ഇനി ചോറില്ല കേട്ടാ. ഇന്ന് ഒരിക്കലാണ് ശരിക്ക് എല്ലാവരും ഒരിക്കലിനെ ഒരു പ്രാവശ്യം മാത്രം കഴിക്കുന്നതിനെ പിന്നെ അരി ഭക്ഷണം ഒരിക്കലിന്ന് ആക്കിയിട്ട് മാറ്റി. അതുകൊണ്ട് രാത്രിക്ക് ഇനി എന്തെങ്കിലും ചപ്പാത്തി ഒറ്റ വിശക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോ. അരി ഭക്ഷണം ഒരു പ്രാവശ്യം മാത്രമേ ഇന്ന് ഭക്ഷണമുള്ളൂ. അതാണ് ഒരിക്കൽ എന്നാണ് പറയുക. അതിനെ നമ്മളിപ്പം അതിനെ മാറ്റി മറിച്ചിട്ട് ഒരു പ്രാവശ്യം മാത്രം അരി ഭക്ഷണം നിന്നാക്കി മാറ്റി നമ്മൾ ഇന്ന് അത് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവസാനം ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് പിന്നെ ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന അവസാനത്തെ ഭക്ഷണമാണ് അയനിയൂണ്. അതിൻ്റെ പ്രധാനം അതാണ്. പിന്നെ വധുവിൻ്റെ അടുത്ത് കുറച്ചും കൂടെ കൂടുതലാണ്. സ്വന്തം വീട്ടിലെ അവസാനം പരദേവതകൾക്കും ഇഷ്ടദേവതകൾക്കും ഗണപതിക്കൊക്കെ നേദ്യം എല്ലാവരും ചെയ്യണം. നമ്മൾ എല്ലാം ഉപനയനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോഴും ചെയ്യുന്നതാണ് ഈ ചടങ്ങുകളെല്ലാം. നമ്മളെ പരദൈവങ്ങളുണ്ട്, നമ്മളെ കുലദൈവം എന്ന് പറയും അല്ലേ, കുലദൈവങ്ങളും പിന്നെ നമ്മൾക്ക് ഇഷ്ടദേവതമാരുണ്ട്, നമ്മൾ ആരാധിക്കുന്ന കുറേ ദേവതകളുണ്ട്. അതുപോലെ തന്നെ ഗണപതി എന്നുള്ള നമ്മുടെ സങ്കല്പം എല്ലാം വിഘ്നം കൂടാതെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഗണപതിനെ ആദ്യം സ്മരിക്കുകയാണ്. ഇവരെല്ലാവരുടെയും കാരുണ്യം അതേ കണക്ക് തന്നെ നമ്മുടെ പൂർവ്വജന്മ അച്ഛൻ്റെ അമ്മയെങ്കിൽ പൂർവികരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു നല്ലൊരു ചടങ്ങിലേക്ക് പ്രവേശിക്കുകയും അതേപോലെ തന്നെ ആ ജീവിതം ഈ ചെറുതല്ല. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് കരുതുന്നു. ഇന്നിപ്പം ഈ വിവാഹം എന്നെല്ലാം പറയുന്നത് ഒരു സിമ്പിളായിട്ട് കരുതുന്നതല്ല. അത് വളരെ പവിത്രതയോടുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നതാണ് നാളെ പ്രവേശിക്കുക. അതാണ് രണ്ടാമത്തെ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞത്. പിന്നെ എന്താണുള്ളത്? വേണമെങ്കിൽ പോകാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും വേണം വാനപ്രസ്ഥം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സന്യാസം സ്വീകരിക്കാം, അല്ലെങ്കിൽ സന്യാസിനെ പോലെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഹൈന്ദവ ആചരണത്തിൽ 4 ആശ്രമത്തിലേക്കാണ്. ഉപനയനത്തിന് നിങ്ങൾക്ക് ഇതേപോലെ ഇന്ന് കാണാം. ഉപനയനത്തിൻ്റെ അന്ന് രാവിലെ നിങ്ങൾക്ക് പിന്നെ ഭോജനം എന്ന് പറഞ്ഞിട്ട് അമ്മ വിളമ്പിത്തരുന്ന ഒരു കാര്യമുണ്ട്. അതും ഇതേപോലെയുള്ള ചടങ്ങാണ്. അതിന് പേരാണ് ഇന്നിപ്പം അയനി ഊണ് എന്നുള്ള ഇത് വരൻ്റെ അടുത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് എലോബറേറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറയുന്നത്, ആദ്യം തന്നെ വിളക്ക് അമ്മ കൊളുത്തി വെക്കുക. അമ്മ വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ഇരുത്തുക. വരഞ്ഞ് ഇരുത്തിയതിന് ശേഷം ആദ്യം അമ്മ വലത്ത് കയ്യിൽ ഈ എണ്ണത്തോടത്തിൽ എണ്ണ വെച്ച് വാൽക്കണ്ണാടി കൊണ്ട് നിന്റെ തലക്ക് ഉറ്റിക്കുക. 3 പ്രാവശ്യം ഉറ്റിക്കുക. അതിനുശേഷം ചിറ്റമ്മമാരും മറ്റ് പ്രായം ചെന്ന പെണ്ണുങ്ങളെല്ലാവരും നിന്റെ തലയിൽ ഉറ്റിച്ച് നിന്നെ കുളിപ്പിക്കുകയാണ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടിയിട്ട് ഈ പിന്നെ അലങ്കാര വസ്തുക്കളെല്ലാം എടുത്ത് കുളക്കടവിലേക്ക് പോകും. ആർപ്പുവിളിയോട് കൂടിയിട്ട് കുളക്കടവിലേക്ക് പോകും. കുളത്തുനിന്ന് കുളിച്ച് നീ വന്നിട്ട് നിന്നെ ആർപ്പുവിളിയോട് കൂടിയിട്ട് പിന്നെ സ്വീകരിച്ച് വന്നിട്ട് ഇവിടെ എത്തുന്നു. നമ്മൾ അവിടെ നിന്ന് തൊട്ടിട്ടുള്ള ചടങ്ങാണിപ്പം. നീ ആദ്യത്തൊക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരുത്തിയതിന് ശേഷം നിന്റെ സഹോദരിമാരുടെ ഒരവകാശമാണ് കണ്ണെഴുതിയിട്ട് നിന്നെ പൊട്ടു തൊടിക്കുക, ചന്ദനപ്പൊടി തൊടിക്കുക. അവിടെ നിന്ന് തൊട്ടിട്ടുള്ള ചടങ്ങാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പിന്നെ എല്ലാ ചടങ്ങുകളും അല്ലെങ്കിൽ എല്ലാ ആചാരങ്ങളും വളരെ അതിനൊക്കെ ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ ഈ വിവാഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു സംഗതികൾ ഇന്നത്തെ യുവതലമുറകൾക്ക് ഇല്ലാത്തത് വേണ്ട എന്ന് പറയുന്നതും ഒരു ഉത്തമമായിട്ടുള്ള നമ്മളെ പിൻഗാമികളെ നമുക്ക് സൃഷ്ടിക്കണം. ഇത് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവാൻ പാടില്ല. നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ജന്മം തന്നത്, അതേപോലെ നമ്മൾക്ക് ഉത്തമമായിട്ടുള്ള പ്രജേന നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കുകയും അവരിൽ കൂടിയിട്ട് നമ്മുടെ നാടിന് ഐശ്വര്യവും നാടിന് സമൃദ്ധിയും അതേ കണക്ക് നല്ല രീതിയിൽ പോവുകയും ചെയ്യണമെന്നുള്ള ഒരു സങ്കല്പമാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പം ഈ ഒരു എന്താണ് ചില വ്രതങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സന്താനോൽപാദനം എന്നൊക്കെ പറയുന്നത്. അതാണ് ഗൃഹസ്ഥാശ്രമം. നമ്മുടെ ചടങ്ങ് തന്നെ തുടങ്ങുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗർഭാധാനം എന്നുള്ളതാണ്. 16 ചടങ്ങുകൾ, ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത്. ഗർഭാധാനം കഴിഞ്ഞാൽ പുംസവനം, സീമന്തനയനം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചടങ്ങാണ് ജാതകർമ്മം എന്നുള്ളത്. 11 ദിവസത്തിനുള്ളിലാണ് അത് ചെയ്യേണ്ടത്. കുട്ടി ജനിച്ചാൽ ആദ്യം പിന്നെ ഗർഭാധാനമായി, പുംസവനായി, സീമന്തോനയനം. ഇത്രയും 3 ഒരു പിന്നെ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്.
ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ പുംസവനം എന്നെല്ലാം പറഞ്ഞാൽ വധുവിനെ ഇടത്തെ തുടയിൽ ഇരുത്തിയിട്ട് ലേപനങ്ങൾ തേച്ചിട്ട് നല്ല സന്തോഷിപ്പിക്കുക ചെയ്യേണ്ടത്. അവരുടെ മാനസികമായിട്ടുള്ള സന്തോഷമാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ചയെ ഉതകുന്നത്. അതേകണക്ക് ബുദ്ധി, പിന്നെ സീമന്തം നയനം. സീമന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സീമന്തം പൊട്ട് ഇവിടെ ഈ റിഡ്ജ് പോയിന്റാണ് സീമന്തം എന്ന് പറയുന്നത്. ഇവിടെയാണ് ബ്രെയിനിൻ്റെ 2 പാർട്ടായിട്ട് നമ്മൾ യോജിപ്പിക്കുന്നത്. ആ കുട്ടിയുടെ 3-ാം മാസം തൊട്ടിട്ടാണ് കുട്ടിക്ക് ബ്രെയിൻ വളർച്ച വരുന്നത്. ആ സമയമാണ് ഈ സീമന്തം എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യുന്നത്. ആ കുട്ടിയുടെ ഭൗതികമായിട്ടുള്ളതും ബുദ്ധിപരമായിട്ടുള്ളതും എല്ലാ വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മളത് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഓരോരോ ചടങ്ങും ചെയ്യുന്നത്. ജാതകർമ്മം ചെയ്തതിന് ശേഷം 4ാമത്തത് ജാതകർമ്മം ചെയ്തതിന് ശേഷം നാമകരണം, അങ്ങനെ ഓരോന്നായിട്ട് പോയി 10ാമത്തത് ഉപനയനം വരും. പിന്നെ അതിൻ്റെ സമാവർത്തനം, കോൺവൊക്കേഷൻ എന്ന് പറയും. നമ്മൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞു, പഠിച്ച് വിവാഹത്തിന് തലേദിവസമാണ് തിരിച്ചേൽപ്പിക്കുന്നത് അച്ഛനമ്മേനെ. അതാണ് കോൺവൊക്കേഷൻ, സമാവർത്തനം എന്ന് പറയുക. അല്ല, നിങ്ങൾക്ക് കിരീടധാരണം ഇല്ലേ കോളേജുകളിൽ, അതിനെയാണ് കോൺവൊക്കേഷൻ എന്ന് പറയുന്നത്. അതുതന്നെയാണ് സമാവർത്തനം എന്നുള്ള ചടങ്ങ്. അതൊക്കെ ഇപ്പം നമ്മൾ ഉപനയനത്തിൻ്റെ ദിവസം തന്നെ നടത്തുന്നതുകൊണ്ട് അത് വേറെ ഒരു ദിവസം കാണുന്നില്ല, അത് ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടാണ് നമ്മൾ ഈ 16 അന്ത്യേഷ്ടി എന്ന് പറയാൻ 16ാമത്തെ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള വളരെ നല്ലൊരു തിയറി ഉണ്ട്. ഇതൊന്നും നമുക്കിപ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ലെങ്കിലും ഈ കുഞ്ഞു മക്കളെല്ലാം മനസ്സിൽ നമ്മൾ ധരിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ചടങ്ങുകളിലെ കൂടിയിട്ടാണ് നമുക്ക് നല്ലൊരു സംസ്കാരമായിട്ട്, അല്ലെങ്കിൽ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. നമ്മൾ മുൻഗാമികൾ ശീലിച്ചു വന്നാണ്. ഇനി അത് നമ്മളെ പിൻഗാമികൾക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അത് ചിന്തിച്ചിട്ട് നമുക്ക് നോക്കാം. തരളമിഴിതൻ കനിവോ മേടപ്പൂവനികൾ കളമെഴുതിയോ കണിയ മണ്ണിൽ മേവും വർണ്ണച്ചിരിപ്പൂവുകൾ കാറ്റിൽ മൂളും ചെല്ലക്കളിത്തുമ്പികൾ നീളെ തരളമിഴിതൻ കനിവോ ഇളമേലുഷസിൻ വരവായി തെളിനീരലതൻ കുളിരായി ഇളമേലുഷസിൻ വരവായി തെളിനീരലതൻ കുളിരായി വരമായരികിൽ ശ്രുതി പോലണയും കളകൂജലമായി വെൺകൂവൽ തായാട്ടായി നാലകമിനി താരുഴിയും തരളമിഴിതൻ കനിവോ ദേവ
വിരുന്നിൻ വിളക്കായി വിളിക്കുന്ന ഹസിൻ നഭസിൽ വസന്തം വിരുന്നിൻ വിളക്കായി വിളിക്കുന്ന ഹസിൻ നഭസിൽ തിരുമംഗലമായി സ്വരസാന്ത്വനമായി തുടിത്താളവുമായി പൊൻതാരാദീപങ്ങൾ തേടുമതൊരു താരുഴിയും തരളമിഴി തൻ കനിവോ. कवित्थजम्बूफलसारभक्षितम् उमासुदम् शोकविनाशकारणम् नमामि विघ्नेश्वर पादपङ्कजम् नमामि विघ्नेश्वर पादपङ्कजम्. भगवती
చరణాంబుజములునే విడజాల కరుణాల బల బ్రోచేవారెవరురా చతురాననాదివందిత ఓ చతురాననాదివందిత నీకు పరాకేలనయ్యా ఓ చతురాననాదివందిత నీకు పరాకేలనయ్యా ఓ చతురాననాదివందిత నీకు పరాకేలనయ్యా నీ చరితము పొగడలేని నా చిల్ట తీర్చి వరములిచి వేగమే నీ చరితము పొగడలేని నా చిల్ట తీర్చి వరములిచి వేగమే సా సనిద పదని సని నిద పమ పదమా మా పదని సనిద పమ నిద పమ గమ పద మగరే సమాగమ పద మా పదని సరిని నిని సదా దదని పదమ పదని సనిద పమ గమ నిదని పదమ పదని సమాగరి సరి సనిద పస నిద పమ గమ పదని బ్రోచేవారెవరురా പനിമതിയേ കുളിരണിയും അണിവിരല ഈ ജനലരികെ പതിയെ വരൂ കനവു തരൂ വെയിൽ പക്ഷി ചേക്കേറുമീ നാട്ടുകൂട്ടിൽ നിലാവിന്റെ ഈണം തരൂ മനം ചാഞ്ഞുറങ്ങുന്ന കോലായയിൽ നീ ചിരാതിന്റെ നാളം തരൂ പറനിറയേ തൊടിയരികെ പതിവുകള ഇവിടെ ഇതാ
മാത്രമെൻ നിഴൽ പാതയിൽ സൂര്യാംശു തൂകുന്നുവോ നോവാകെയും ചിരിപ്പൊയ്കയിൽ ഇടയ്ക്കൊന്നു നീന്തുന്നുവോ സ്നേഹാർദ്രമമ്മയോ ചൂടോടെ കുമന്നമായി എന്നാവിലോർമ്മകൾ നാവേറു പാട്ടുമായി താഴ്വാരമേറിയോടി കാറ്റേ വരാമോ വരനിറയേ തൊടിയരികെ പതിവുകള മുകിൽ ചാർത്തുപോ മായുന്ന കാലങ്ങളെ വാചാലമായി നിറഞ്ഞിടുവാൻ പിടയ്ക്കുന്ന മൗനങ്ങളെ കാണാതെ വീണ്ടുമാ ജീവന്റെ വേഗയാനമായി ദൂരങ്ങൾ തേടിടും താരേ കൈവീശി നിന്നുപോ ചങ്ങാതിയായി മാറുമൊരു താരം വിണ്മേലെ തേൻ പനിമതിയേ കുളിരണിയും അണിവിരല ഈ ജനലരികെ പതിയെ വരൂ കനവു തരൂ മനം ചാഞ്ഞുറങ്ങുന്ന കോലായ നീ ചിരാതിന്റെ നാളം തരൂ